1818 ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേന്നാൾ സൂര്യൻ എരിഞ്ഞടങ്ങി. ഓസ്ട്രിയയിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഇരുൾ പരന്നു. മഞ്ഞുവാരി പുതച്ച ആ താഴ്വരയിലൂടെ കുട്ടികൾ മിന്നാമിനുങ്ങുകളെപ്പോലെ മെഴുകുതിരി വിളക്കുകളുമായി ആഹ്ലാദ തിമിർപ്പോടെ പറന്നു നടക്കുന്നു. മൊത്തത്തിൽ നോക്കിയാൽ അലങ്കരിച്ച ഒരു ക്രിസ്മസ് ട്രീ പോലെ കാണപ്പെട്ടു ആ താഴ്വര. പാതിരാത്രിയിൽ പള്ളിയിൽ മണിനാദം മുഴങ്ങും. എത്ര തണുപ്പാണെങ്കിലും അർദ്ധരാത്രിയിൽ നടക്കുന്ന ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനുള്ള മണിനാദം കേട്ടാലുടൻ എല്ലാവരും പള്ളിയിലെത്തും. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന ആ പുണ്യരാവ് കൊഴിയുന്നതോടുകൂടി സർവ്വ മനുഷ്യരാശിക്കും ശാന്തിയുടെ സന്ദേശം നൽകപ്പെടുന്ന ക്രിസ്തുമസ് വന്ദനയും. ഒരു യുവ വൈദികനായ ജോസഫ് മോർ തൻ്റെ പഠനമുറിയിലിരുന്ന് പാതിരാത്രിയിൽ ചെയ്യേണ്ട പ്രസംഗം ഒരുക്കുകയായിരുന്നു. അദ്ദേഹം ബൈബിൾ തുറന്ന് അജപാലകർക്ക് മാലാഖമാർ നൽകിയ ദിവ്യ സന്ദേശം വായിച്ചു. ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വാതിൽ തുറന്നു. പരുക്കൻ ഷാൾ ധരിച്ച ഒരു പ്രായമുള്ള സ്ത്രീ. അവർ ആ യുവ വൈദികനോട് പറഞ്ഞു, ആൽപ്സിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് മരക്കരി ഉണ്ടാക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിലാളിയുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. അങ്ങ് വന്ന് ആ കുഞ്ഞിനെ ആശീർവദിച്ചാലും. ഫാദർ മോർ ഉടൻ തന്നെ ആ സ്ത്രീയോടുകൂടെ പുറപ്പെട്ടു. ഒരു ചെറ്റപ്പുരയിൽ പ്രാകൃതമായ കിടക്കയിൽ കിടക്കുന്ന അമ്മയുടെ മാറോട് പറ്റിച്ചേർന്ന് സുഖമായി ഉറങ്ങുന്ന ചോരക്കുഞ്ഞിനെ കണ്ട് ആശ്ചര്യഭരിതനായി അല്പസമയം അദ്ദേഹം നോക്കി നിന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദിൻ്റെ നഗരത്തിൽ അവതീർണനായ യേശുദേവന് കിടക്കിയൊരുക്കിയ തൊഴുത്തിനോട് സമാനമായിരുന്നു ആ വീട് എന്ന് പറഞ്ഞുകൂടെങ്കിലും അദ്ദേഹം നേരത്തെ വായിച്ചു നിർത്തിയ ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന വേദവാക്യം വീണ്ടും വീണ്ടും തൻ്റെ കാതുകളുടെ ഭിത്തിയിൽ വന്ന് തട്ടുന്നതായി തോന്നി. ആ കുഞ്ഞിനെ ആശീർവദിച്ച ശേഷം അദ്ദേഹം തിരിച്ച് താഴ്വരയിലെത്തിയപ്പോൾ അർദ്ധരാത്രിയിലെ ആരാധനയ്ക്കുള്ള മണിനാദം മുഴങ്ങി. കത്തിച്ച മെഴുകുതിരി വിളക്കുകൾ എടുത്തുകൊണ്ട് നാനാദിക്കുകളിൽ നിന്നും ആളുകൾ പുറപ്പെട്ടു തുടങ്ങി. ഇരുളടഞ്ഞ താഴ്വര പ്രകാശപൂരിതമായി. അങ്ങനെ ആ ക്രിസ്മസ് രാത്രി കഴിഞ്ഞു. ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യമായി തീർന്ന ആ സംഭവത്തെക്കുറിച്ച് ഫാദർ മോർ തൻ്റെ പഠനമുറിയിലിരുന്ന് ചിന്തിച്ചു. ആ ചിന്തകൾ അദ്ദേഹം കടലാസിൽ പകർത്തി. അത് സുന്ദരമായ ഒരു കവിതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഫ്രാൻസിസ് സേവ്യർ ബ്രൂബർ എന്ന സംഗീത വിദ്വാൻ ആ കവിതയ്ക്ക് ഈണം പകർന്നു. അവർ രണ്ടുപേരും ചേർന്ന് ആ ഗാനം ആലപിച്ചു. ഗ്രാമീണരായ കുട്ടികൾ ആ പാട്ട് കേട്ടു. ഒരു ഗിത്താറിൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് അവർ പാടിയത്. എങ്കിലും രണ്ട് മനുഷ്യസ്വരങ്ങളും ഒരു പഴയ ഗിത്താറിൻ്റെ സ്വരവും ചേർന്ന് ഒരു അത്ഭുത സംഗീത പ്രപഞ്ചം സൃഷ്ടിച്ചു. ആ വിശ്വോത്തര ഗാനമാണ് എല്ലാ ക്രിസ്മസിനും ലോകത്തെങ്ങുമുള്ള ഭക്തജനങ്ങൾ പാടാറുള്ളത്. സൈലൻറ്റ് നൈറ്റ്സ്, ഹോളി നൈറ്റ്സ് എന്ന് തുടങ്ങുന്ന സുന്ദരമായ ഗാനം. ക്രിസ്മസിൻ്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ആ ഗാനത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുമസിനൊരർത്ഥവുമില്ല. സ്വർഗത്തിൽ നിന്നുള്ള സംഗീതവും ക്രിസ്തുമസിൻ്റെ സന്തോഷവും മനുഷ്യഹൃദയങ്ങളിലേക്ക് പകരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ അതിന് പര്യാപ്തമാണോ?